ഇത് നമ്മുടെ അടുക്കളയിലുള്ള സാധാ ചേരുവ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അത് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്കിനോ അല്ലെങ്കിൽ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റിയ കിടിലൻ സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ടുണ്ട്. 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കലക്കി വെക്കുന്നുണ്ട്. ഉപ്പൊന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതാണ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് ഒരു 5-6 ചെറിയ ഉള്ളിയാണ് കേട്ടോ. അത് വലിയ ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ പോലെ തോന്നുന്നത്. അത് നല്ലപോലെ തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഇടികയിലിട്ട് ചാച്ചെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തുണ്ട് ഇഞ്ചി എടുത്തിട്ട് അതുപോലത്തെ ചാച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനൊരു 3-4 വെളുത്തുള്ളി മേലത്തെ തോല് മാത്രം കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ചാച്ചെടുത്തിട്ടുണ്ട്, കഴുകിയിട്ടിട്ടാ. വെളുത്തുള്ളി നമ്മൾ തോലോട് കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സിന്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ, ഓയിലോ, ഒലിവ് ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കുക. നിങ്ങൾ എന്ത് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിക്കുക. എന്നിട്ട് എല്ലാം പാടെ കൂടിയിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കുക. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂട്ടിയെടുക്കുക. കുറവാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടൊക്കെ കുറച്ചെടുക്കുക. ഞാൻ ഓയിൽ ഒരു 1-1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതോടെ മാറ്റി വെച്ചതിന് ശേഷം ഞാനിത് എടുക്കുന്നത് പൊടി കടലമാവാണ് കേട്ടോ. കടലമാവ് വാങ്ങിയിട്ട് വന്നതല്ലേ. അപ്പം ഞാൻ അതിലേക്ക് കട്ട ഉണ്ടാവും. പിന്നെ അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അരിച്ചെടുത്ത കടലമാവ് ഞാനിതാ ഉണ്ടാക്കിയ മിക്സിയിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്നാക്സ് ഒരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി നിർബന്ധമൊന്നുമില്ല, വെറും കടലമാവായിട്ട് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളൊരു ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് പിന്നെ നല്ലപോലെ കൈ കൊണ്ട് ഇത് അതേപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഒന്നായിട്ട് കൂട്ടി കുഴച്ച് ഉണ്ട പോലെയല്ല, ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. മിക്സ് ആക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളത്തെ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അതിൻ്റെ പരുവം ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. അപ്പോൾ ഞാൻ ഒരു 1-1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരുപാടൊന്നും ഒഴിച്ചില്ല. വെള്ളം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുടഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്സ് ഒരു പൊട്ട് പോലും എണ്ണ കുടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാനവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനത് കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കിയിരിക്കുന്നത്. ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് മാവയിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വരികയാണെങ്കിൽ നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായി എന്നാണ് അർത്ഥം. എണ്ണ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് കൈ കൊണ്ട് അതേപോലെ ഒന്ന് വിടർത്തി വിടർത്തി ഇട്ട് കൊടുക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്നാക്സ് തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. ഇതേപോലെ കൈ കൊണ്ടൊന്ന് വിടർത്തി ഇട്ട് കൊടുക്കുക. കട്ട കുത്തിയ പോലെ ഇട്ട് കൊടുക്കരുത്. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കാനും പാടില്ല കേട്ടോ. ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് മാവൊന്ന് ക്രിസ്പിയായി വന്നതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ഞാൻ മേലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കറിവേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് കേട്ടോ. ഏറ്റതിന് ശേഷം നല്ലപോലെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പെരുന്നാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ പോലത്തെ ബിരിയാണിയും പല സൈസുള്ള ബിരിയാണി ഇട്ടിട്ടുണ്ട്. പൊരിച്ച കോഴി ബിരിയാണി, പൊരിക്കാതെ പച്ചക്ക് വെച്ച ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി, കോഴിക്കോടൻ ദം ബിരിയാണി, മലബാർ സ്പെഷ്യൽ മന്തി, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അറബിക് റൈസുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഓരോരോ വീഡിയോ ചെയ്യുക പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്യാട്ടെ ഇൻഷാ അള്ളാ ഓരോരോ സമയത്തിനനുസരിച്ചിട്ട്. പിന്നെ നമ്മളിതിൻ്റെ തൊട്ടിട്ടിങ്ങനെ തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതിരുന്നത് ഒരുപാട് പേര് കണ്ടിട്ട് നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പിട്ട് ഞാൻ ടിക്ക ബിരിയാണി, അത് ഒരുപാട് പേര് കണ്ട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓരോരോ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത്.
അതേപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അത് ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരം തന്നെയാണ്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബായ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.